നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. ടാൻസിയക്കാരൻ കിളിപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനായത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. ഓരോ മലയാള ഗാനങ്ങളും 3-4 ദിവസങ്ങൾ നന്നായി പരിശ്രമിച്ചാണ് കിളിപ്പോൾ മലയാളം ലിപ് സിങ്ക് വീഡിയോകൾ മനോഹരമാക്കുന്നത്. മലയാള ഗാനങ്ങളുടെ വരികളും ഉച്ചാരണവും അർത്ഥവും ഒക്കെ പഠിക്കുന്നത് വലിയ അധ്വാനമാണെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നു. പക്ഷേ മലയാളികൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി മലയാളം ഗാനങ്ങൾ ചെയ്ത് മനോഹരമായി നൃത്തം ചെയ്യുന്ന കിളിപ്പോൾ നമ്മുടെ പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞു. മലയാള സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കൊച്ചിയിലെത്തിയ ഈ കലാകാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സുന്ദരിയായ മലയാളി പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കേരളത്തിൽ താമസമാക്കണം എന്നതാണ്. ഇന്നസെൻ്റ് എന്ന ചിത്രത്തിലൂടെയാണ് കിളിപ്പോൾ മലയാള സിനിമാ ലോകത്തിലേക്ക് എത്തുന്നത്. കിളിപ്പോൾ വേഷമിടുന്ന ഇന്നസെൻ്റ്, മസായി വാറിയർ എന്ന 2 മലയാള ചിത്രങ്ങളും സംവിധാനം ചെയ്യുന്നത് സതീഷ് തൻവിയാണ്. മലയാള സിനിമയിൽ മോഹൻലാൽ, മമ്മൂട്ടി, ശോഭന, ഉണ്ണി മുകുന്ദൻ, ഭഗത് ഫാസിൽ എന്നിവരാണ് ഈ ഉണ്ണിയേട്ടൻ്റെ ഇഷ്ടതാരങ്ങൾ. ടാൻസിയൻ പരമ്പരാഗത വേഷം ധരിച്ച് എല്ലാ ഹിറ്റ് മലയാള ഗാനത്തിനും ഒരു ചെറു പിഴവ് പോലും പറ്റാതെ ചുണ്ടനക്കി തൻ്റെ സ്വന്തം രാജ്യത്തിൻ്റെ ദൃശ്യഭംഗിയിൽ ചടുലമായ ചുവടുകൾ വെച്ച് ഈ കലാകാരൻ നേടിയത് ലക്ഷക്കണക്കിന് മലയാളി പ്രേക്ഷകരെയാണ്. തൻ്റെ ആദ്യ മലയാള ചിത്രമായ ഇന്നസെൻറ്റിൻ്റെ ടൈറ്റിൽ ലോഞ്ചിന് വേണ്ടിയാണ് കൊച്ചി ലുലു മാളിൽ ഇദ്ദേഹം എത്തിയത്. അവിടെ ഗംഭീര സ്വീകരണമാണ് മലയാളി ആരാധകർ താരത്തിന് നൽകിയതും. മലയാളികളുടെ അളവറ്റ ഈ സ്നേഹത്തിന് നന്ദി അറിയിച്ച താരം പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെ ആര് പറഞ്ഞു എന്ന ഗാനം പാടി. മലയാളികൾ പോപ്പുലറാക്കിയ സോഷ്യൽ താരത്തിൻ്റെ ഓരോ വീഡിയോയിലും മലയാളികളോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ച് ഉണ്ണിയേട്ടൻ എന്ന് കിളിപ്പോൾ തന്നെ എഴുതാറുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ മലയാളം വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയാണ് ഇദ്ദേഹം ഓരോ ഗാനങ്ങളും നൃത്തം ചിട്ടപ്പെടുത്തുന്നത്. കോരിച്ചൊരിയുന്ന പേമാരിയിലും 100 കണക്കിന് പേരാണ് കൊച്ചി ലുലു മാളിൽ നടന്ന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയത്. പാട്ടുപാടിയും ഡാൻസ് ചെയ്തും തന്നെ കാണാനെത്തിയവരെ കിളിപ്പോൾ സന്തോഷിപ്പിച്ചു. മന്ദാകിനി എന്ന ചിത്രത്തിന് ശേഷം നടൻ അൽത്താഫും അനാർക്കലിയും വരയ്ക്കാറും ഒന്നിക്കുന്ന സിനിമയാണ് ഇന്നസെൻ്റ്. ഷിഹാബ് കരുനാഗപ്പള്ളിയുടെ കഥയ്ക്ക് ഷിഹാബും തൻവിയും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത്. മലയാളത്തിന് പുറമെ മസായി, ഇംഗ്ലീഷ്, സിംഹള, ഫ്രഞ്ച്, പോളിഷ് തുടങ്ങി 25ലധികം ഭാഷകളിലായാണ് ചിത്രം തയ്യാറാക്കുന്നത്. ഏതൊരു അന്യസംസ്കാരത്തെയും ഭാഷയും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന മലയാളി കിളിപ്പോളിൻ്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നത് പോലെ സിനിമയെയും ഹൃദയപൂർവ്വം സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.